ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസ് 2:14 ഇങ്ങനെ പറയുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവം സ്നേഹം കൊണ്ട് ചുംബിച്ച ഒരു രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണുവാനും കേൾക്കുവാനും പങ്കുചേരുവാനും സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരം. ഇന്ന് നാം ലോകത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ പേർക്ക് സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. ഈ സമാധാനം എന്ന് പറയുമ്പോൾ ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ. ക്രിസ്തുമസ് പ്രത്യാശയുടെ ഒരു വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിലെ തകർച്ചയുടെയും അതേപോലെ തന്നെ ഒത്തിരി കഷ്ടതയുടെയും അത്തരം പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നേറുകയാണ് ഇന്നത്തെ ജീവിതം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഒന്ന് കാണുവാനും ദൈവത്തിന് പ്രസാദം കൊടുക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് നേടിയിട്ടും മനുഷ്യൻ ഏകനാണെന്നുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ശൂന്യതയും അതുപോലെ തന്നെ സന്തോഷമില്ലാത്ത ഒരു ജീവിതവും അതേപോലെ തന്നെ നിരാശകളാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പലപ്പോഴും നിരാശയോടെ ഇരിക്കുമ്പോൾ ആ നിരാശ മാറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാറുണ്ട്. ആ നിരാശയ്ക്കപ്പുറം അവരുടെ ഹൃദയത്തിൻ്റെ വിങ്ങലുകളെ അറിയുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അവരുടെ ഹൃദയത്തിൽ നമുക്കൊരു ക്രിസ്തുവിൻ്റെ സമ്മാനമായി തീരുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഒത്തിരി പ്രകാശം പരത്തുന്നവരായി നമ്മൾ തീർന്നാലും ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചും കൊണ്ട് ആ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രത്യാശയുള്ള മകളായി തീർന്നു അല്ലെങ്കിൽ മകനായി തീർന്നു അവർക്കൊരു പ്രത്യാശ നൽകുവാനോ ഒരു ക്രിസ്തുമസ് ആശംസ നൽകുവാനുമായിട്ടാണോ നമ്മുടെ ആദരം നമ്മൾ ഉപയോഗിക്കുന്നത്? ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ നെടുവേർപ്പെടുന്നവരുണ്ട്. സഹായിക്കാൻ ആരുമില്ലാത്തിടത്ത് സഹായം തേടുന്നവരുണ്ട്. നമ്മൾ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രങ്ങളും ഉടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ അത് കൊടുക്കുവാനുള്ള മനസ്സുള്ളവരാണോ? അതിലൊരു സമ്മാനമായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒത്തിരി പ്രയാസം അനുഭവപ്പെടുന്ന ഒത്തിരി കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയെല്ലാം അവരുടെ ജീവിതത്തിലെ ദൈവസ്നേഹം കൊണ്ട് ഒരു പ്രത്യാശയുള്ളൊരു ജീവിതം നമുക്ക് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ വചനം പറയുന്നത് പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ആ സമാധാന വാഹകരായി മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി നമ്മുടെ ഹൃദയത്തിൽ ആ യേശു രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കുകയാണെങ്കിൽ ഈ ക്രിസ്തുമസ് രാവിൽ ഈ ക്രിസ്തുമസ് വന്നു ചേരുന്ന വേളയിൽ നമുക്ക് അവർക്കൊരു സാക്ഷിയാകുവാൻ പറ്റുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് സമയത്ത് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നല്ലൊരു ആശംസ പറയുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് കൈത്താങ്ങായി നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.